നമ്മളും അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഓഫറുണ്ട്, 800 ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 800 ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ. അതുപോലെ കുറച്ച് നാളുകളായിട്ട് ഷോപ്പ് ഒത്തിരി അടപ്പിലൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ ചിക്കുവിൻ്റെ മരണത്തിനെ ബന്ധിച്ച് കുറേ കാര്യങ്ങളുമായിട്ട് പേപ്പർ വർക്കുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അതിൻ്റെ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ചിക്കുവിന് നീതി കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. കാരണം ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബ്രൈഡലിൻ്റെയും ഗ്രൂമിൻ്റെയും മേക്കപ്പുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ബ്രൈഡലിൻ്റെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പാക്കേജ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതുപോലത്തെ കിറ്റുകളെല്ലാം ഉപയോഗിച്ച് ആ ഒരു സമയം നമ്മൾ കല്യാണത്തിൻ്റെ ഡേറ്റ് ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ ഒരു മുഖത്ത് നല്ല ഗ്ലോയും കാര്യങ്ങളും കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഗ്രൂമിനെന്ന് പറയുമ്പം മേക്കപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്, ബ്ലീച്ച് ഫേഷ്യലെല്ലാം ചെയ്യുന്നത് നമ്മുടെ തന്നെ ഒരു പാർലറുണ്ട്, ദോസ്തിൻ്റെ ഒരു പാർലറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ ഒരു കല്യാണ ചെക്കന് മുടി ഇരിക്കേണ്ടത്, അതുപോലെ സ്കിൻ ഇരിക്കേണ്ടത്, ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക്കാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം അവരവിടെ ചെയ്യും. ആൺകുട്ടികൾക്കുള്ളത്, പെൺകുട്ടികൾക്കുള്ളത് മൊത്തം ഞാൻ തന്നെയാണ്. പെൺകുട്ടികൾക്ക് നമ്മളെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് മേക്കപ്പും. ശരിക്കും പറഞ്ഞ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതാണ് ഈ ഒരു ബ്ലീച്ച് ഫേഷ്യലിലും അതുപോലെ തന്നെ മുടി, അതെല്ലാം നമ്മുടെ ബേസിക്കാണ് ഇതെല്ലാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മേക്കപ്പ് ഇടുമ്പോൾ ശരിയായ ഒരു ബ്രൈഡലിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ആ ലുക്ക് കിട്ടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു 1-2 മാസം മുന്നേ തന്നെ വന്ന് ഓരോന്ന് എന്താണോ നിർദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാൻ. ഞാൻ അങ്ങനെ ഒരുപാട് വലിയ റേറ്റുള്ളതൊന്നും